പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ബൈബിൾ പഠന തീർത്ഥാടനത്തിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇന്ന് സമാപിക്കുകയാണ്. ഇന്നത്തെ അധ്യായത്തിൽ ധീരനായ ഒരു പ്രവാചകനെ അവതരിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിച്ച് പിന്നീട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലേക്ക് കടക്കുന്ന എലീശായുടെ പ്രവർത്തനങ്ങളും മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുക. എങ്കിലിപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊന്ന് തിരിഞ്ഞ് നോക്കുന്നത് നന്നായിരിക്കും. ഇത് വേദപുസ്തക പഠനമാണ്. അതുകൊണ്ട് അല്പം ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങൾ ഗ്രഹിച്ച് കൂടെ വീണ്ടും ആ ഗ്രന്ഥമൊന്നൊന്ന് വായിച്ച് ധ്യാനിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഉൾക്കാഴ്ച കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെൻ്റ് ഭാഗങ്ങളൊക്കെ ചുമ്മാ എടുത്തങ്ങ് വായിച്ച് പോയതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഇത് വ്യാഖ്യാനിച്ച് അർത്ഥം അതിൻ്റെ പൊരുൾ ഉൾക്കൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിലെ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഒന്നാം പുസ്തകത്തിൽ പ്രധാനമായും കണ്ടത് എന്തൊക്കെയാണ്? ദാവീദിൻ്റെ പിൻഗാമിയായ സോളമൻ, അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം, പിന്നീട് അങ്ങോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും കുറേയെല്ലാം ശത്രു സംഹാരത്തിൻ്റെ വഴിയെ അദ്ദേഹം പോയി. അതായത് അദോനിയ എന്നയാളും ഉപജാപം നടത്തി രാജഭരണം പിടിച്ചെടുക്കാൻ ഒരുങ്ങിയതിനെതിരെ അദ്ദേഹത്തെയൊക്കെ വകവരുത്തി പിന്നീട് രാജാഭിഷേകത്തിലേക്ക് നീങ്ങുന്നതാണ്. ആഘോഷമായ രാജാഭിഷേകം. അബിയാത്തർ, യോവാബ്, ഷിമേയി തുടങ്ങിയ ആൾക്കാർ, നമുക്കറിയാം അവർക്ക് ആരായിരുന്നുവെന്ന്, അവരെയൊക്കെ വാസ്തവത്തിൽ ഇല്ലാണ്ടാക്കി തീർത്തു. ആ ഭരണം ഭംഗിയായി സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി. സോളമൻ്റെ വിജ്ഞാനം അതെന്താ ചെയ്ത് ഷേബ രാജ്ഞി വരാൻ തിരക്കുന്നത്. ഷേബ എന്ന് പറയുകയുണ്ടായിട്ട് യമനാണ്. അവിടെയുള്ള രാജ്ഞി കാണാൻ വരണം എങ്കിൽ അത്രമാത്രം ആകർഷകമായി അതൊരു വ്യക്തിത്വം ഈ പ്രദേശം വരെ വ്യാപിച്ചിരുന്നു എന്ന് അറിയാം. പിന്നെ അങ്ങോട്ട് നാം കാണുന്നത് രാജ്യതന്ത്രജ്ഞതയുടെ ഒരു ഭാഗമായി ഫറവോയുടെ മകളെ കല്യാണം കഴിച്ചു. അതിൻ്റെ ഇഫക്റ്റ് എന്താണ്? അവളെ ആരാധനയ്ക്ക് നിന്ന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പൂജ ഗിരിയിൽ ഒക്കെ അവിടെയെല്ലാം ബലിപീഠങ്ങൾ നിർമ്മിക്കാനിടയായി. കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. അതേസമയത്ത് വിവേകം എന്ന ജ്ഞാനം കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പ്രാർത്ഥനയിൽ ആഗ്രഹിച്ചത് സമ്പത്തല്ല, യുദ്ധത്തിൽ വിജയമല്ല, ഈ രാജ്യത്തെ ഭരിക്കാനുള്ള വിവേകം തരണമെന്ന് പറഞ്ഞത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. അങ്ങനെ വിവേകം പ്രകടിപ്പിക്കുന്ന വിധി പ്രസ്താവന നമ്മൾ നടത്തുന്ന നാം കണ്ടു. 2 സ്ത്രീകളുടെയും 2 കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ സമ്പൽ സമൃദ്ധി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി. വളരെ സന്തോഷകരമായ ഒരവസരം ജനത്തിനുണ്ടായി എന്ന് പറയാം. സന്തോഷം എന്ന് പറഞ്ഞാൽ കഠിനമായ പണിയിപ്പിക്കുന്ന സാഹചര്യം പിന്നീടുണ്ടാകുന്നുണ്ടെങ്കിലും ദേവാലയത്തിൻ്റെ പണിയോട് ചേർന്ന് ആ നിർമ്മാണത്തിലെ ഒരുക്കവും നിർമ്മാണവും പിന്നെ ദേവാലയത്തിൻ്റെ ഘടനയും അവിടത്തുള്ള പ്രത്യേകമായ ദൈവത്തിൻ്റെ വാഗ്ദാനവും പിന്നെ വരുന്ന താക്കീതും അതോട് ചേർന്ന് നാം കാണുന്നത് സംവിധാനങ്ങളുടെ ചേർന്ന് അതെല്ലാം ഒരുക്കാൻ ഈ പാവപ്പെട്ട ജനത്തിൻ്റെ കണ്ണുനീരും കഠിനമായ അധ്വാനം അതിഭയങ്കരമായി നിർബന്ധപൂർവം ഒരു വിധത്തിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തോക്കൻ മുനയിൽ വെച്ച് അധ്വാനിപ്പിച്ചു. ഹിറ്റ്ലറിൻ്റെ ആദ്യഘട്ടമൊക്കെ ഒരുമാതിരി നേരെ ഈ പട്ടിണി കിടന്നിരുന്ന ജനത്തിന് അപ്പം കൊടുത്തു. എങ്ങനെ അദ്ദേഹം തോക്കൻ മുനയിൽ പുരുഷന്മാരെല്ലാം വീട്ടിലിറക്കി പണിയിപ്പിച്ചു. വലിയ രാജവീതികളുണ്ടായി. അങ്ങനെയാണ് വലിയ ഹൈവേസ് ഉണ്ടായി. അങ്ങനെ വാസ്തവത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഹിറ്റ്ലർ ഡെവലപ്പ് ചെയ്ത് വലിയ ഹൈവേസ് ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്ന് വ്യാപാരം വളർന്നു, സാമ്പത്തികം നേരെയായി, ദാരിദ്ര്യം മാറാൻ തുടങ്ങി. അടുത്ത 2ാം ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം മൂത്ത് പിടിച്ചടക്കാൻ പോയി. പിന്നെ ഈ യഹൂദരോടുള്ള ഭയങ്കര വിരോധം, നാസി വിഭാഗത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പ് കാരണം പിന്നെ അപകടത്തിലേക്ക് പോയത്. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടങ്ങളിലൊക്കെ നല്ല കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമായി ദേവാലയമുണ്ടായി. പക്ഷേ അതിൻ്റെ നിർമ്മാണത്തിൽ ഒരുപാട് അനീതി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജകൊട്ടാരം അതിൻ്റെ കൂടെ പണിതും. പിന്നെ അദ്ദേഹത്തിന് ദേവാലയ പ്രതിഷ്ഠ, വളരെ ആകർഷകമായ ദേവാലയ പ്രതിഷ്ഠയും പിന്നെ അതിനകത്തുള്ള പേടകത്തിൻ്റെ പ്രതിഷ്ഠയും പിന്നെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രാർത്ഥന, ആശീർവാദ പ്രാർത്ഥനയൊക്കെ കാണുന്നത്. രാജാവും പുരോഹിതനും ഒരാളായിട്ട് നിൽക്കുകയാണ്. ആ ജനത്തെ ആശീർവദിക്കുന്ന പ്രാർത്ഥനയും അതുപോലെ ആ യാചനാ പ്രാർത്ഥനയും ആ പ്രതിഷ്ഠാ ബലിയും അതിൻ്റെ ഉത്സവമൊക്കെ
വലിയ വലിയ സംഭവങ്ങളായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായി. എന്തൊക്കെയായിരുന്നു വലിയ നേട്ടങ്ങൾ? സുരക്ഷാ സംവിധാനമുണ്ടായി, വാണിജ്യം വളരെ ശക്തിയാർജിച്ച് വളർന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റ് രാജ്യത്തിൻ്റെ വലിയ ആൾക്കാരൊക്കെ സന്ദർശിക്കാനിടയായി. സമയത്ത് പാളിച്ചകൾ ആ കൂടെ പോയി. ഇതാണല്ലോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രവാചകന്മാരുടെ സാന്നിധ്യം എന്തിനാ? പാളിച്ചകൾ തിരുത്താൻ വേണ്ടിയിട്ട്. പാളിച്ച നിഷിദ്ധമായ വിവാഹങ്ങൾ, സോളമൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാളിച്ച അതായിരുന്നു. വിവാഹം കഴിച്ചത് സ്വന്തമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹം വിവാഹം കഴിച്ചത് രാജ്യതന്ത്രജ്ഞതയുടെ ഭാഗമായിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് ആ രാജാക്കന്മാരുടെ മകളെയൊക്കെ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ സംഗതി ഒരു ഉടമ്പടിയിലേക്ക് വരും. അങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷേ അത് വലിയ വഴിതെറ്റിലായിരുന്നു. അപ്പോൾ ആ പാളിച്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി യഹോവയുള്ള അവിശ്വസ്തതയാണ്. യഹോവയിലെ അവിശ്വസ്ത അവിടെ സംഭവിച്ചത് അത് സാവധാനത്തിൽ കലാപത്തിലേക്ക് നീങ്ങാനിടയായി. ജനം അസ്വസ്ഥരായി. അതിൻ്റെ കലാപത്തിൻ്റെ വലിയ ഭയങ്കരമായ കാർമികങ്ങളുണ്ടായി. ഇതാണ് നമ്മൾ സോളമൻ്റെ കാലഘട്ടത്തിൽ കണ്ട കാര്യം. ഒരുപാട് സന്ദേശം നൽകുന്നതാണ് അന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ തന്നെയും. ഭരണമൊക്കെ ഏറ്റെടുത്ത് പുതിയ ഒരു ഭരണസമിതി നമ്മുടെ രാജ്യം ഭരിക്കാൻ തുടങ്ങിയതല്ല, പ്രതീക്ഷ നൽകിക്കൊണ്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വെച്ചില്ല എങ്കിൽ വരാവുന്ന പാളിച്ചകൾ, ഭരണം മുമ്പോട്ട് പോകുമ്പോൾ വരാവുന്ന വലിയ വലിയ പാളിച്ചകളെ അത് മുൻകൂട്ടി കണ്ട് അതിനെയൊക്കെ പ്രതിരോധിച്ച് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ ഭരണം വിജയമായിരിക്കും, നാട് നന്മയായിരിക്കും, സുരക്ഷിതത്വം ജനത്തിനുണ്ടാവും, വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ അയൽ രാജ്യത്ത് എത്ര കർശനമായ രീതിയിൽ നടപടി എടുത്തുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും സ്ത്രീകൾക്ക് സുരക്ഷ പ്രദാനം ചെയ്യുന്നതിൽ എന്ത് പെട്ടെന്ന് നടപടി എടുത്തുകൊണ്ടിരിക്കും. അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെയായിട്ടാണ്. അപ്പം അദ്ദേഹത്തിന് മറ്റൊരു താല്പര്യമൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പണം ആവശ്യമില്ല, അതുകൊണ്ട് പണം മോഷ്ടിക്കുന്നവനെ ഞാൻ വെറുതെ വിടുകയുമില്ല, അതേസമയത്ത് രാജ്യത്ത് നന്മ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഒരു ഭരണം ആരംഭിച്ചിട്ടുണ്ട് അവിടെയും. അതൊക്കെ അടുത്ത ഘട്ടത്തിൽ നീങ്ങുമ്പോൾ എങ്ങനെ പോകുമെന്നറിയാൻ പാടില്ല. സംഭവിച്ചത് എന്താണ്? ഇവിടെ അസ്വസ്ഥത ജനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞപ്പം, അതായത് പാവപ്പെട്ടവനെ പരിഗണിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിഷമതയുണ്ടായി. അപ്പോൾ സമരങ്ങളുടെ അന്തരീക്ഷത്തിൽ മാറുകയും അപ്പോഴാണ് തൻ്റെ ഇടപെടൽ ദൈവത്തിന് ഇഷ്ടമില്ലാതെ വരികയും പ്രവാചകന്മാർ വഴിയായി അദ്ദേഹത്തിന് മുമ്പിൽ വന്നുകൊണ്ട് നിന്നെ ഓർത്ത് ഈ രാജ്യം നിന്നിൽ നിന്ന് ഞാൻ തിരിച്ചെടുക്കില്ല, അതേസമയത്ത് നിൻ്റെ പുത്രൻ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷ നൽകുന്നതാണ് സോളമൻ കാണുന്നത്. അപ്പോൾ രാജാവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് അടുത്ത ഘട്ടത്തിൽ റഹോബോവാമിൻ്റെ കാലഘട്ടം വന്നപ്പോൾ അപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപനം രാജാവിനേക്കാൾ ക്രൂരമായ രീതിയിൽ പെരുമാറാനുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി അദ്ദേഹം നികുതിവ ഇരട്ടിയാക്കാനായിട്ടും ആളുകളെ പരിപൂർണമായിട്ട് അടിച്ചമർത്താനും ഒക്കെയുള്ള നയം പ്രഖ്യാപിച്ചപ്പോൾ ജെറോബോവാം എന്ന് പറഞ്ഞ സർവ്വസൈന്യാധിപതി നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ സംഘടിച്ചിട്ട് ഇനി ദാവീദ് കുടുംബം ഞങ്ങൾക്കൊരു ബന്ധമില്ല വാങ്ങും, പിരിഞ്ഞവർ. അങ്ങനെയാണ് വടക്കൻ ഇസ്രായേൽ ഉണ്ടാകും. ഇസ്രായേൽ രണ്ടായിട്ട് പിരിയുന്ന. അങ്ങനെ ഒന്ന് വടക്കൻ ഇസ്രായേൽ, മറ്റേ യൂദ. പിന്നീട് കാണുന്നു ഈ 2 ലൈനിലൂടെ രാജാക്കന്മാർ വരുന്നത് കാണും. 2 തരത്തിലുള്ള രാജാക്കന്മാർ വരുന്നത് കാണാം. വടക്കൻ ഇസ്രായേൽ സമറിയ കേന്ദ്രീകരിച്ച് ഭരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ അബിയ, ആസ എന്നീ 2 യൂദായിലെ 2 രാജാക്കന്മാർ കടന്നു വരുന്നു. യഷഹോഫാത്ത് എന്ന് പറയുന്ന മറ്റൊരു രാജാവ് കടന്നു വരുന്നു. അപ്പോൾ 6 രാജാക്കന്മാർ ഇസ്രായേലിൻ്റെ, വടക്കൻ ഇസ്രായേലിൻ്റെ ആഹാബ് വരെയുള്ള 6 രാജാക്കന്മാരുടെ ആയിട്ടുള്ള ഇടപെടൽ നമ്മളവിടെ കാണും. ആ സമയത്താണ് ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിൻ്റെ ഘട്ടത്തിൽ ജസബേൽ രാജ്ഞിയെ വിവാഹം കഴിച്ച് ആ ബാൽ ദേവതൻ്റെ വിഗ്രഹം ലോകം മുഴുവൻ പ്രതിഷ്ഠിച്ച് യഹോവയുടെ ആരാധന നിരോധിച്ച് അങ്ങ് അറ്റത്തെ വഴിതെറ്റിലായപ്പോഴാണ് ഏലിയ പ്രവാചകൻ പട്ടാളമായിട്ട് കടന്നു വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ എന്താ പറയുന്നത്? കടന്നു വന്ന് 3 ഞാൻ പറയാതെ മഴ പെയ്യില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, അതായത് ഖരീബിൻ്റെ തീരത്ത് പോയി, ആ ഖരീബ് എന്ന് പറയുന്ന അരുവിയുടെ തീരത്ത് നീ പോയി അവിടെ താമസിച്ചു. അപ്പോൾ അവിടെ നിനക്ക് അപ്പം തരുന്ന ആ കാക്കകൾ നിനക്ക് ഭക്ഷണം തരും. അവിടുന്ന് സറേപ്താലെ വിധവയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവിടെയെല്ലാം ഭയങ്കരമായുള്ള സംഭവങ്ങളുണ്ടാകുന്നു. പിന്നീട് അദ്ദേഹം വലിയ കാർമൽ മലയിൽ വലിയ ബലിയർപ്പിച്ച പരീക്ഷണാർത്ഥമൊന്നുമല്ല, വെല്ലുവിളിച്ചുകൊണ്ട് ബലിയർപ്പിച്ചു. അപ്പോൾ അവിടെ നിയമാനുസൃതമായി 400-ലധികമുള്ള ഈ ബാൽ പുരോഹിതന്മാരെ പരാജയപ്പെടുകയും അവർ വധിക്കപ്പെടുകയും ചെയ്തപ്പോൾ രാജ്ഞി നേരെ ഭയങ്കര കോപാകുലയായി നാളെ 24 മണിക്കൂറിനുള്ളിൽ നിൻ്റെ കഴുത്ത് തല കാണില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും പിന്നെ അവിടുന്ന് ഓടി അങ്ങോട്ട് പോയി ഹോറബ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് വെളിപാടിൻ്റെ ഉറവിടത്തിലേക്ക് പോയി. 2 ദൈവാനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പോകുന്ന വഴി കിടന്ന് ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം അപ്പവും മീഞ്ഞും നൽകപ്പെടുന്നതായിട്ട് കാണുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്.
ഇനി എണീറ്റ് ഭക്ഷിച്ചിട്ട് പിന്നീട് നീ വീണ്ടും ഓടണമെങ്കിൽ മാത്രമേ അവിടെ സീനായ മലയിൽ ഹോർബ് മലയിലുള്ള ആ ഗുഹയുടെ ആ ഭാഗത്ത് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് ഞാൻ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ ഓടിച്ചെന്നത് ഏത് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. നീ എന്തെടുക്കുകയാണ് ഏലിയ? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനുള്ള തീഷ്ണത എൻ്റെ ജോലിക്കേണ്ട ഹൃദയമൊക്കെ പറയുന്നു. ദൈവം പറഞ്ഞ് ഇറങ്ങി വാ, വേറൊരു ദൈവാനുഭവത്തിൽ കൊണ്ടുപോകുക. ഇറങ്ങി വന്നു കഴിയുമ്പോൾ അവിടെ എന്തുണ്ടായി? വലുതായ ഭൂകമ്പമുണ്ടായി, വലിയ ഒച്ചപ്പാടും ബഹളം ഉണ്ടായപ്പോഴും ദൈവത്തെ കാണാനില്ലായിരുന്നു. അത് കഴിയുമ്പോൾ വലിയ ഭയങ്കര കൊടുങ്കാറ്റടിച്ചു, അവനും ദൈവത്തെ കാണാനില്ലായിരുന്നു. പിന്നെ വലിയ അഗ്നിബാധയുടെ ഉണ്ടായി, എവിടെയും ദൈവത്തെ കാണാം. പക്ഷേ വളരെ നിസ്സാരമായ ഒരു പ്രശ്നമില്ലാത്ത അവസരത്തിൽ ശാന്തമായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. എന്നിട്ട് പറഞ്ഞു, നീ എന്തായി കാണിക്കുന്നു? അയ്യോ, നിന്നെ എല്ലാ പ്രവാചകന്മാരും അവർ കൊന്നുകളഞ്ഞു, ആരും അവശേഷിക്കുന്നില്ല, ഇനി യഹോഭക്തന്മാരാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെൻ്റെ ജീവനെ വില പറഞ്ഞിരിക്കുകയാണ്, അവരെൻ്റെ പിന്നാലെ വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകൻ ദൈവത്തിനെ വിലപിക്കുമ്പോൾ ദൈവം പറയുന്നു, മണ്ടൻ, ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ അവിടെ എല്ലാവരുടെയും വിശ്വാസം പോയെന്ന് പറഞ്ഞാൽ നീ ആവശ്യമില്ലാതെ ഉത്കണ്ഠാവനാകേണ്ട, അത് ഞാൻ നോക്കേണ്ട കാര്യം, നിൻ്റേതല്ല. നിന്നെ ഇപ്പോൾ ഏൽപ്പിച്ച് ജോലി നീ ചെയ്യും. അപ്പം ആ ജോലി ചെയ്യാനായിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതായത് സിറിയയിലെ രാജാവിനെ വഹിക്കുക, പിന്നെ അതുപോലെ തന്നെ ഇസ്രായേലിലെ രാജാവിനെ വഹിക്കുക, പിന്നെ നിനക്ക് നിൻ്റെ അനുയായിയായിട്ട് എലീഷായെ വഴിക്കുക, ഇതൊക്കെ അങ്ങ് പറഞ്ഞു പിടിപ്പിച്ചു. ഇതാണ് അവസാനം കണ്ടുന്ന ഭാഗം. അപ്പോൾ അതുകൊണ്ട് ആ ഓട്ടത്തിൻ്റെ അർത്ഥമൊക്കെ വളരെ മനോഹരമായിട്ട് പിന്നീട് നാം കാണുന്ന ആ ഭാഗത്താണ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറഞ്ഞ പ്രതിപാദനം നമ്മൾ കാണുകയുണ്ടായി. അഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിന് സമീപം ഉണ്ടായ മനോഹരമായ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുന്ന ആഗ്രഹത്തിനായോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഇത് പറ്റില്ല, ഇത് പിതൃസ്വത്താണ്, നിയമാനുസരണം യഹോവ ഇസ്രായേലിൻ്റെ ജനത്തിന് നിയമം അനുസരിച്ച് പിതൃസ്വത്ത് പറ്റില്ല തരാൻ, കാരണം അങ്ങോട്ടാണ് എൻ്റെ പിതാക്കന്മാരോട് ഞാനും ലയിച്ച് ചേരേണ്ട, തരാൻ പറ്റില്ല എന്ന് പറയും. മ്ലാനവതനായിട്ട് കൊട്ടാരത്തിൽ വന്നിരുന്നപ്പോൾ ജസബേൽ രാജ്ഞി ചോദിച്ചത് എന്താ ഇങ്ങനെ? അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഇവിടുത്തെ രാജാവല്ലേ? എന്നിട്ട് അവൾ കുതന്ത്രം ഉണ്ടാക്കി കൊടുത്തു. പെട്ടെന്ന് പോയി ട്രിബ്യൂണൽ വിളിച്ചു കൂട്ടി കള്ളസാക്ഷികളൊക്കെ പറഞ്ഞ് പരിശീലിപ്പിച്ച് പിന്നെ രാജ്യദ്രോഹ കുറ്റങ്ങളിൽ ആരോപിച്ചുകൊണ്ട് നാബോത്തിനെ വധിക്കുകയും അങ്ങനെ ഈ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുകയും ചെയ്യുമ്പം പ്രവാചകൻ കടന്നു വന്നിട്ട് ശക്തമായ ഭീഷണി മുഴക്കിയിട്ട് അവളോട് തന്നെ പറഞ്ഞു, നിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കുമെന്ന് പറയും. ഇത് പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചു. കാരണം ഈ രാജായുദ്ധത്തിൽ നമ്മൾ പിന്നീട് കാണുന്നതായി രാജായുദ്ധത്തിന് പോയ അവസരത്തിൽ അസ്ത്രം തെന്നിമാറി അദ്ദേഹത്തിനെ നെഞ്ചിലിട്ട് കൊള്ളുകയും അദ്ദേഹം നേരെ സ്ത്രീയായിട്ട് നേരെ അവിടെ അദ്ദേഹത്തിൻ്റെ രഥം ഇരുത്തതിൻ്റെ രക്തം മുഴുവൻ വാർന്ന് നിലത്ത് വീഴുകയും അവസാനം മരിക്കുകയും ചെയ്തതാണ്. ആ വാർന്ന രക്തം മുഴുവൻ പറ്റി നക്കി തീർന്നു. അർത്ഥം പ്രവചനം പൂർത്തിയായി. യേഹു എന്ന് പറയുന്ന രാജാവ് ഒന്ന് കടന്നു വന്ന് നേരിട്ട് ഇവളെ വിളിച്ച് അവളെ വലിയ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് വലിച്ച് താഴോട്ട് എറിയപ്പെടുകയും അവളെ തല തട്ടി ചെതറിച്ച് പോവുകയും അവിടെ രക്തം നായ്ക്കൾ നക്കി കൊടുക്കുകയും. അപ്പോൾ പ്രവചനങ്ങളെല്ലാം പൂർത്തിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ മുന്തിരിത്തോപ്പിൻ്റെ ആ വലിയ സന്ദേശം എന്ന് പറയുന്നത്. സാര കാര്യമൊന്നുമല്ല. അതായത് മറ്റുള്ളവൻ്റെ സ്വത്ത് അപഹരിച്ചെടുത്താൽ ദൈവപ്രതികാരം ചെയ്യും. എന്തായാലും ശരി, അവൻ്റെ സ്വന്തമായിട്ടുള്ള അവനവകാശപ്പെട്ടതാണ്. അപ്പം അതിന് വിരുദ്ധമായിട്ട് രാജാവായാലും ശരി, എത്ര അധികാരമായാലും ശരി, അത് വെച്ച് നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രതികാരം ദൈവം നമ്മളോട് ചെയ്യേണ്ടിയിരിക്കുന്നു. പാവപ്പെട്ടവൻ്റെ സ്വത്ത് വാസ്തവത്തിൽ പട്ടയം കൊടുക്കാതെ കർഷകരായിട്ട് വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളാണ്. കൊടുക്കേണ്ടതാണ്. അവൻ അധ്വാനിച്ച് കണ്ടെത്തി ഘട്ടമായിട്ടുണ്ടാക്കിയ വളച്ചെടുത്തതാണെന്നൊക്കെ പറഞ്ഞ് അവൻ്റേതായ സ്വന്തമായിട്ട് ഭൂമി അത് പട്ടയം കൊടുക്കാതെയിട്ട് അവനെ മാനസികമായി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. രാജഭരണത്തിൽ നടന്നത് തന്നെയാണ് ഇപ്പോൾ ജനാധിപത്യ ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കും. കയ്യേക്കുള്ളവൻ കാര്യക്കാന്ന നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ ഭയങ്കരമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും ഭാവിയിൽ, ഒരു സംശയമില്ല. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന വലിയ ജീവിത സാഹചര്യങ്ങളുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് കാരണം നമ്മുടേതായ ജീവിതത്തിൻ്റെ അധാർമികതയും തിന്മയുമാണ് എന്ന് തിരിച്ചറിയാമെങ്കിൽ അധാർമികക്കെതിരെ ശബ്ദമുയർത്താനും തിന്മയെ വീഴ്ച ഇല്ലാണ്ടാക്കാനുമുള്ള പരിശ്രമത്തിൽ നാം പങ്കുചേരേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് വാസ്തവത്തിൽ നമ്മൾ ഇദ്ദേഹം കണ്ടത്. അതായത് ഈ രാജാക്കന്മാർ 1-ാം പുസ്തകത്തിൽ കണ്ട കാര്യങ്ങളാണ്. വീണ്ടും നിങ്ങൾക്കതെടുത്ത് വായിച്ച് ധ്യാനിച്ച് നോക്കാം. അപ്പോൾ വീണ്ടും അത് ഉൾക്കാഴ്ചകളുണ്ടാകും. അതൊന്നുമല്ല മനസ്സിലാകുന്നത്. ഈ പറഞ്ഞു പോകുന്ന ഈ രാജാക്കന്മാർ യുദ്ധത്തിൻ്റെയൊക്കെ കാര്യത്തിലൂടെ പറഞ്ഞു പോകുന്നത് വിശുദ്ധ ഗ്രന്ഥകാരൻ്റെ ഉള്ളിൽ എല്ലാ കാലത്തേക്കുള്ള സന്ദേശമാണ് അതിനകത്ത് പൊതിഞ്ഞു വച്ചിരിക്കും. എല്ലാ കാലത്തേക്കുള്ള സന്ദേശം. അതുകൊണ്ട് അതുപോലെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന് 22:1-51 അവസാന അധ്യായമാണ് നമ്മൾ കാണാൻ പോകുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ്റെ നട്ടലോടുകൂടി അതുകൊണ്ട് പ്രതികരിക്കും പ്രവാചകനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ സംഭവിക്കുന്നതാണ് യശോഹവാത്തൻ ആഹാബിൻ്റെ അവസാനത്തെ യുദ്ധമാണ്.
യുദ്ധത്തിൻ്റെ മരണവുമാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. യൂദാ രാജാവ് യഹോഷാഫാത്തിനെ കുറിച്ച് പ്രതിപാദിക്കുകയാണ് ഇവിടെ. ഷപ്പാത്ത് എന്ന് പറഞ്ഞാൽ യഹോവ വിധിക്കുന്നു, ഷപ്പാത്ത് വിധിക്കുക എന്നതിൻ്റെ അർത്ഥം. യഹോവ ഷപ്പാത്ത് അദ്ദേഹത്തിൻ്റെ പേരങ്ങനെയാണ്. അപ്പോൾ ആ യുദ്ധവിവരണമാണ് ഇവിടെ ഒന്നാം പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ രാജഹിതം അനുസരിച്ചുള്ള പ്രവചനം എന്ത് ചെയ്തു? 400 പ്രവാചകന്മാർ ചുറ്റുപാടുണ്ടായി. 2 തരത്തിലുള്ള പ്രവാചകന്മാരെ ഇവിടെ കാണാം. ഒന്നെന്താണ്? വ്യാജ പ്രവാചകന്മാരും. രാജാവിന് ഇഷ്ടമുള്ള പ്രീതികരമായ കാര്യം പ്രവചിക്കുക, ദൈവത്തിൻ്റെ പുറപ്പാട്, ദൈവത്തിൻ്റെ വചനമാണെന്ന് പറഞ്ഞ് പറയുക. കാരണം എന്നിട്ട് വലിയ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുക. ഇതെല്ലാ കാലത്തും ഉള്ളതാണ്. ചുറ്റും വന്ന് പ്രശംസിക്കുകയും പൊക്കിപ്പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വരുന്നതാണല്ലോ, അവർ നന്മ ചെയ്യാൻ വരുന്നതല്ലെന്നുള്ള കാര്യം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം 400 പ്രവാചകന്മാർ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒറ്റ പ്രവാചകനിൽ സത്യം മാത്രം പറഞ്ഞ ഒരാൾ മിഖായ പ്രവാചകൻ കടന്നു വരുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചാൽ BC 853 ഈ യുദ്ധം നടക്കാൻ പോകുന്നു. BC 853 നടന്നാണ്. അപ്പോൾ ഒരു കരാർ ആദ്യ യുദ്ധത്തിലുണ്ടായിരുന്നു സിറിയയുമായിട്ട്. സിറിയയുമായിട്ട് യുദ്ധത്തിൽ വെച്ച് ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടതുണ്ടായിരുന്നു. ആ രാജാവ് വിട്ടുകൊടുത്തില്ല, അത് തിരിച്ചെടുക്കണം. അതിനാണ് ആഹാബ് യുദ്ധത്തിന് ഒരുങ്ങുന്നത്. അപ്പോൾ ആഹാബിൻ്റെ മകൾ അത്തലിയായ യൂദാ രാജാവ് യഹോഷാഫാത്തിൻ്റെ മകന് കല്യാണം കഴിച്ചു. കണ്ടോ, വീണ്ടും സോളമൻ രാജാവിനെ പോലെ തന്നെ ഇവിടെ യൂദാ രാജാവിൻ്റെ മകളെ ഇസ്രായേൽ രാജാവിൻ്റെ മകനെ കൊണ്ട് കെട്ടിച്ചു. ഇപ്പോൾ നോക്കുന്ന വാസ്തു ഒരു വശം നോക്കിയാൽ നല്ല കാര്യമാണ്. 2000 വിഭജിച്ചു പോയ യഹൂദ വംശം ഒന്നിച്ചു വരാൻ ഒരു വഴിയായി. അപ്പോൾ അവർ തമ്മിലൊരു ഒരുമയായി. ഇസ്രായേലും അതുപോലെ തന്നെ യൂദായുമായിട്ട് ഒരു ഒരുമയായി. അപ്പോൾ അങ്ങനെ വന്ന ആ അവസരത്തിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് സിറിയയ്ക്കെതിരെ തിരിക്കുക. എന്തുകൊണ്ടാണ്? സിറിയ ആദ്യഘട്ടങ്ങൾ ചെയ്ത ആ വാഗ്ദാനം അവർ പൂർത്തിയാക്കിയില്ല. വിട്ടുകൊടുക്കേണ്ട സ്ഥാനം വിട്ടുകൊടുത്തില്ല. റാമോത്ത് ഗിലെയാദ് എന്ന് പറയുന്ന സ്ഥലമാണ്. റാമോത്ത് ഗിലെയാദ് എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതൊരു സോളമൻ്റെ ഒരു പ്രവിശ്യയുടെ തലസ്ഥാനമായിരുന്നു ഗിലെയാദിലെ റാമോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ യോർദാൻ നദിയുടെ കിഴക്കുള്ള ഒരു അഭയനഗരം കൂടിയാണ്. വളരെ പ്രധാനം. അത് വിട്ടുകൊടുക്കാമെന്ന് പറയുന്നത് വിട്ടുകൊടുത്തില്ല. അതുകൊണ്ടാണ് യുദ്ധത്തിന് തയ്യാറാകുന്നത്. അപ്പോൾ ബെൻഹാദാദ് പിടിച്ചടക്കിയ നഗരം, പണ്ട് ആ പഴയ യുദ്ധത്തിൽ ബെൻഹാദാദ് യുദ്ധം പിടിച്ചടക്കിയപ്പോൾ അന്ന് ആഹാബ് കരാറനുസരിച്ച് പറഞ്ഞതാണ് തിരിച്ചു നൽകിയില്ല. അതുകൊണ്ടാണ് യഹോഷാഫാത്തിൻ്റെ മുൻപോട്ട് അദ്ദേഹത്തിന് പിന്തുണയോടെയും യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുന്നത്. അപ്പോൾ എന്നാ ചെയ്യുന്നു? യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവ് ഭക്തനായ മനുഷ്യനാണ്. അതായത് ഒത്തിരി രാജാക്കന്മാർ ദൈവത്തിന് മുമ്പിൽ യഹോവയുടെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്ന എപ്പോഴും പറയുന്ന രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ചിലർ വളരെ നല്ലവരായിരുന്നു. അതിലൊരാളാണ് യഹോഷാഫാത്ത്. അദ്ദേഹം ദൈവത്തിൻ്റെ നിയമക്കും നടപടികളൊക്കെ തികഞ്ഞ യാഹോവയെ ഭക്തനായിരുന്നു. അതുകൊണ്ട് അത് യുദ്ധത്തിന് സഹായം വാഗ്ദാനം ചെയ്തെങ്കിൽ പുറപ്പെടുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കാൻ അദ്ദേഹം പറഞ്ഞു. അതായത് വടക്കൻ ഇസ്രായേലിന് സിറിയയ്ക്കെതിരായുള്ള യുദ്ധത്തിനും സഹായമൊക്കെ ചെയ്തുവെങ്കിലും അവിടെ യഹോവയുടെ ആ ഹിതം എന്താണെന്നോ അദ്ദേഹത്തിന് സ്വഭാവങ്ങളിലും ദൈവം ഹിതം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ആഹാബ് തന്നെ പ്രവാചകന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി. അവർ പരിഗണിക്കപ്പെട്ട കർത്താവിൻ്റെ പ്രവാചകരായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നതാണ് 400 പേരെന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു? രാജാവിന് കേൾക്കാൻ ഇഷ്ടം എന്നുള്ള കാര്യം പറയും. രാജാവ് വിജയിച്ചു വരും എന്നുള്ള മൊത്തത്തിൽ. പിന്നെ സെദേക്കിയ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ തലയിൽ വെച്ച് കെട്ടിയ ഇരുമ്പ് കൊമ്പിൻ്റെ പ്രതീകത്തിലുള്ള യുദ്ധവിജയം അങ്ങ് ഉറപ്പ് വരുത്തി. അതാണ് നോക്കിക്കേ, വ്യാജ പ്രവാചകന്മാർ പണി കണ്ടില്ലേ, അടയാളങ്ങൾ കൊടുത്തു. പലപ്പോൾ ആളുകളെ പ്രതിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള വലിയ പ്രവചനങ്ങൾ നടത്തുന്ന ആളുകൾ ഇക്കാലത്തുമുണ്ട്. വെറുതെ അങ്ങ് പറയുക ദൈവത്തിൻ്റെ വചനമാണെന്നും പറയും. കാരണം ഇവർക്ക് അതിന് സമ്മാനം കിട്ടണം. അപ്പോൾ യഹോഷാഫാത്ത് സംശയിക്കുന്നു. സംശയം പറഞ്ഞു, നമുക്ക് മറ്റൊരു പ്രവാചകനെ വിളിക്കാം. അടുപ്പിക്കാതെ നിർത്തിയിരുന്ന ഒരു പ്രവാചകനാണ് മിഖാ പ്രവാചകൻ. നമ്മൾ പറഞ്ഞ 8-ാം നൂറ്റാണ്ടിൽ കാണുന്ന മിഖാ പ്രവാചകൻ അല്ല, ഇത് വേറൊരു മിഖാ പ്രവാചകനാണ്. മിഖ എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം ആരുണ്ട് എന്നുള്ളതാണ്. യഹോവയോടൊപ്പം ആരുണ്ട് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അപ്പോൾ ഇംലായുടെ പുത്രനായ മിഖായ പ്രവാചകനെ അദ്ദേഹം വിളിച്ചു വരുത്തി. അപ്പോൾ അദ്ദേഹത്തോട് രാജാവിന് അനുകൂലമായിട്ട് പ്രവചിക്കാനായിട്ട് അവിടെയുണ്ടായ മറ്റുള്ള വ്യാജപ്രവാചകന്മാരൊക്കെ നിർബന്ധിച്ചു അനുകൂലമായിട്ടും. അപ്പോൾ യാഹോവയ്ക്ക് തുല്യൻ ആരുണ്ടെന്ന വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം മിഖ എന്ന് പറഞ്ഞാൽ മിഖായ എന്ന് പറഞ്ഞാൽ യാഹോവയ്ക്ക് തുല്യൻ ആരുണ്ട് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അപ്പോൾ മിശിഹ അദ്ദേഹത്തിൻ്റെ പരിപാടി തന്നെ ഇപ്പോൾ 8-ാം നൂറ്റാണ്ടിൽ മിഖാ പ്രവാചകനല്ല, ഇത് വേറെ ആളാണ്. അപ്പോൾ കർത്താവാണ് അവിടുന്ന് അരുളിച്ചെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ എന്ന് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ മറ്റൊരു സംഭവം സംഗീത പുസ്തകത്തിലെ അവിടെ ബാലാമിൻ്റെയും ബാലാക്കിൻ്റെയും ഘട്ടങ്ങളിലും പറയാം. ബാലാമിനെ വലിയ ഭയങ്കരമായ വാഗ്ദാനം കൊടുത്തുകൊണ്ട് ബാലാക്ക് വിളിച്ചു വരുത്തി. എന്തിനാ? കടന്നു വരുന്ന ഇസ്രായേലിനെ ശപിക്കണം, നിർവീര്യമാക്കണം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ അവസാനം എന്ന് പറഞ്ഞ് ആദ്യത്തെ സമ്മാനത്തിൻ്റെ ആകർഷണമായിട്ട് ഒന്നും
പ്രവചിക്കാമെന്ന് വിചാരിച്ചൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം വാ തുറന്നപ്പം വന്നാൽ നേരെ കർത്താവ് സ്നേഹിക്കുന്നവനെ ഞാനെങ്ങനെ ശപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് പ്രവചിക്കുകയും അതേസമയത്ത് യാക്കോബയിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കുന്ന വലിയ പ്രവചനം ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. യാക്കോബയിൽ നിന്ന് നക്ഷത്രം ഉദിക്കും. വരാൻ പോകുന്ന ഈശോമിശിഹായുടെ എണ്ണത്തിലുണ്ടാകുന്ന നക്ഷത്രത്തെക്കുറിച്ച് സംഗീത പുസ്തകത്തിൽ 24 അധ്യായത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രവാചകന്മാർ, ഇയാൾ ഒരു ദുഷ്ടപ്രവാചകനായിരുന്നെങ്കിൽ പോലും അത് ആ സമയത്ത് ദൈവാത്മാവ് മാത്രം അവരെ അധരങ്ങളോടെ കടത്തിവിട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവിന് നിന്നെ അരുളിച്ചെന്ന് ഞാൻ പറയുന്നു അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണുന്ന ഒരു ദർശനം, ഇടയനില്ലാതെ മലകളിൽ അലയുന്ന ആളുകളുടെ ചിത്രം ഞാൻ കാണുന്നു. അതിൻ്റെ അർത്ഥം യുദ്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന പരാജയത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകമല്ലേ അത്. ഇടയനില്ലാതെ ആളുകൾ ചിത്രം എന്ന് പറഞ്ഞാൽ രാജാവ് തട്ടിപ്പോയെന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇടയനില്ലാതെ അലയുന്ന ആളുകളുടെ ചിത്രം ഞാൻ കാണുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ സംഭവിച്ചാൽ കർത്താവ് ആഹാബിനെ മരണശിക്ഷ വിധിച്ചിരിക്കുന്നു. പച്ചയ്ക്കങ്ങ് പറയും, ആഹാബിനെ കർത്താവ് അപ്പോൾ എന്ത് തിന്മ ചെയ്ത ആളാണ്. സ്വന്തം ഭാര്യയുടെ പ്രേരണയിലേ ഞാൻ പറയുന്ന നാബോത്ത് എന്ന് പറയുന്ന നല്ല മനുഷ്യൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ വേണ്ടി അവനെതിരെ ഗൂഢാലോചന നടത്തിയിട്ട് കള്ളസാക്ഷിയെ കൊണ്ടുവന്ന് അവൻ രാജദ്രോഹി എന്ന് പറഞ്ഞ് പരിചയത്തിന് ശേഷം മരണശിക്ഷയ്ക്ക് പിടിച്ച് കൊന്നയാളാണ്. അപ്പോൾ വെറുതെ വിടുമോ തമ്പുരാൻ? ഒരു സംശയമില്ല, കർത്താവ് തിരിച്ചടിക്കും. നമ്മൾ ഓർത്തോണം കേട്ടോ, നമ്മൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ കർത്താവ് തിരിച്ചടിക്കുന്ന ഒരു സംശയമില്ല, എപ്പോഴെങ്കിലും വെച്ച് തിരിച്ചടിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആഹാബ് വളരെ ഭയങ്കരമായിട്ട്, അതായത് മരണശിക്ഷ വിധിച്ചിരിക്കുന്ന രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് അത് നടപ്പിലാക്കുന്നതുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി നുണയുടെ ആത്മാവിനെ അയക്കി പ്രവാചകന്മാരുടെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്നും മിക്ക പറഞ്ഞു. അതായത് ഇതിനു മുമ്പ് വന്ന പ്രവാചകന്മാർ 400 പേര് പറഞ്ഞത് നുണയുടെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ പ്രവേശിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് രാജാവ് വധിക്കപ്പെടും. അപ്പോൾ 400 പ്രവാചകന്മാർക്കെതിരെ കർത്താവിൻ്റെ പ്രവാചകൻ ഒറ്റയ്ക്കങ്ങ് നിന്ന അതാണ് ധൈര്യം എന്ന് പറയും. ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹം അങ്ങ് ഭയമില്ലാതെ അത്ര ഭയങ്കരമായ രീതിയും അപ്പോൾ അത് ചെയ്തു. അപ്പോൾ നുണയന്മാരായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ മറ്റ് പ്രവാചകന്മാരെല്ലാം കൂടി ഒന്നിച്ചു കൂടിയിട്ട് ഇയാൾക്കെതിരെ ഭയങ്കരമായ ആരോപണങ്ങൾ ഉയർത്തി. ഞങ്ങളെല്ലാം നുണയന്മാരാക്കിയില്ലേ. സെദേക്കിയ മിഖായുടെ കാരണത്തോടെ ഞാൻ പറഞ്ഞില്ല, സെദേക്കിയല്ലേ പിന്നെ തലമുകളിൽ ഇങ്ങനെ മുടിയൊക്കെ വെച്ചുകൊണ്ട് വന്ന് രാജാവ് ജയിക്കുമെന്ന് പറഞ്ഞു വന്ന് അദ്ദേഹത്തിൻ്റെ കാരണത്തടിച്ചു. എന്നിട്ട് എൻ്റെ നീതി എന്നാണ് വാസ്തവത്തിൽ സെദേക്കിയ എന്ന വാക്കിനർത്ഥം യാവയുടെ നീതി എന്നൊക്കെയാണ്. പക്ഷേ യാവയുടെ നീതി എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം ചെയ്യുന്ന അനീതിയാണ്. എന്നിട്ട് എന്നാ ശരീരം എൻ്റെ നീതി യാവേ എന്ന് പറയുന്ന ആ സെദേക്കിയ കർണത്തടിച്ചു. ആളുകൾ ഒന്നിച്ചുകൂടി മിഖായെ തടവിലാക്കാൻ രാജാവ് കൽപ്പിച്ചു. മിഖ അപ്പോഴും വചനത്തിൽ ഉറകെ നിന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ നാം കാണുന്നത് തന്നെയാണ്. അതായത് പീഡനങ്ങൾ, വചനപ്രബോധനത്തിനെതിരെ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോസ്തലന്മാർ ഉറച്ചു നിന്നും, അവസാനം വരെ ഉറച്ചു നിന്നും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആൾക്കാരൊന്നും ഭയപ്പെടാതെ കർത്താവും വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അതുകൊണ്ട് അല്ലാത്ത സാഹചര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. പത്രോസിൻ്റെയൊക്കെ ആ വലിയ ജയിലിലടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പം കർത്താവിനെ ഇടപെട്ട് ജയിലിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പുറത്ത് ഈ അംഗരക്ഷകർ നോക്കിക്കഴിഞ്ഞപ്പം ഇതിൻ്റെ തിറവുകാറും പാറായ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ പുറപ്പെട്ട് ഇതിനകത്തില്ലെന്ന് അയാളാപ്പാടെ വിഷമിച്ചാൽ മതി. ഇല്ലില്ല, ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തിയതിന് ശേഷമാണ് അവർ പോയി സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ അതുകൊണ്ട് ധീരത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ മിഖായെ തടവിലാക്കാൻ രാജാവ് കൽപ്പിച്ച് പ്രവാചകനെ തടവിലാക്കിയെങ്കിലും വചനം രാജാവിനെ അയചിത്തനാക്കി. ഇപ്പോൾ ഈ ദുഷ്ടന്മാർക്കൊക്കെ പുറമേ അവരെന്തെല്ലാം ക്രൂരത കാണിച്ചാലും ഉള്ളിൽ അവരിൽ ഭയമായിരിക്കും ഭരിക്കുന്നത്. അതാണ് മാത്രം നോക്കി തിന്മ ചെയ്ത് കഴിയുമ്പം പുറമേ എന്തെല്ലാം അഭിനയിച്ച് നമ്മൾ നീതിമാനാണെന്ന് ഏതെല്ലാം തരത്തിൽ അഭിനയിച്ച് സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി, ആകമേ ഭയം നമ്മളെ കാർന്നു തിന്നും. അപ്പം അതുകൊണ്ട് ഭയമില്ലാതിരിക്കണമെന്ന് വേണം, സുതാര്യമായിരിക്കണം, ഹൃദയം സുതാര്യമായിരിക്കും, നിഷ്കളങ്കമായിരിക്കും. അപ്പം ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് പോലെ തന്നെയാണ്. എന്തെല്ലാം നീതീകരണങ്ങളാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നീതീകരണങ്ങൾ, ആ നീതീകരണം നടത്തുന്നവർക്ക് തന്നെ അറിയാം. ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നുണയാ പറയുന്നതെന്നറിയാം. അപ്പോൾ അത് നുണയാ പറയുന്നതിനുള്ളിൽ വീണ്ടും ഭയമുണ്ട്. ചെന്ന് അവൻ തലയിടി ചെയ്യും, ചാകുന്നുള്ള സംശയമൊന്നുമില്ല. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യമാണല്ലോ. അപ്പോൾ അതിന് രാജാവ് ഭയങ്കരനായി. അത് സാവൂളിനെ പോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആഹാബ് സിറിയയുടെ മലയിലേക്ക് യുദ്ധത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ പ്രവാചക വചനം നിറവേറാതിരിക്കാൻ അതൊരു മുൻകരുതലെടുത്തു ആഹാബ്. എന്ത് മുൻകരുതൽ എന്താണെന്നറിയാമോ? വേഷം മാറിപ്പോവുക. കാരണം സിറിയക്കാരന് വേണ്ടത് വടക്കൻ ഇസ്രായേലിൻ്റെ രാജാവിനെയാണ്. അപ്പോൾ ആ രാജാവിനെ കൊന്നു കഴിഞ്ഞാൽ അവന് യുദ്ധം തീർന്നു. അവനതാണ് നിർദ്ദേശം കൊടുത്തിരിക്കും, ആ രാജാവിനെ കൊല്ലണം. അപ്പോൾ ഇസ്രായേൽ രാജാവിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി രാജാവ് അന്ന് അറിയാക്കാരന് വേഷം മാറിപ്പോയി. അത് നടക്കുന്നത്. അപ്പോൾ
ഇപ്പം മുകളിൽ നിന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇസ്രായ രാജാവിനെ മാത്രം ലക്ഷ്യം വെച്ചാൽ മതി, ബാക്കിയൊന്നും ലക്ഷ്യം വെക്കേണ്ടതെന്ന് മറ്റു പട്ടാളക്കാർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ആഹാബിൻ്റെ തന്ത്രം ഭരിച്ചില്ല. വേഷം മാറിപ്പോയെങ്കിലും ഒരസ്ത്രം, എതിരാളികളെ ശത്രുവിൻ്റെ ഒരസ്ത്രം പെട്ടെന്ന് തെന്നു മാറി അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് വന്നങ്ങ് കൊണ്ടു. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെ തിരിച്ചു വിട്ടു എന്നാണ് പറയും. അപ്പോൾ ഇയാൾ എന്തെല്ലാം തരത്തിൽ വേഷം നോക്കിയാലും ശരി, വരാനിരിക്കുന്നവരും നെഞ്ചത്തങ്ങ് കൊണ്ട് തുളച്ച് കയറി കഴിയുമ്പോൾ രക്തം മാർന്നൊഴുകയും. അപ്പോൾ എന്നാ സംഭവിച്ച്, അഭിമുഖമായി സിറിയയ്ക്ക് അഭിമുഖമായ അയാളെ ഒരു രഥത്തിലിരുത്തി. അപ്പോൾ നഷ്ടതയിലാകാതിരിക്കാനാണ്. പക്ഷെ അതോടുകൂടി അദ്ദേഹത്തിന് രക്തം വാർന്ന് കീഴോട്ട് പോയി. അതാണ് പറയുന്നത്, പത്തി നായ നിൻ്റെ രക്തം നക്കി കുടിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് സാക്ഷാത്കരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒപ്പം ഓർത്തോണം കേട്ടോ, തിന്മ ചെയ്ത് കഴിഞ്ഞാൽ ആ തിന്മയ്ക്ക് തിരിച്ചടിയുണ്ടാകും. ഐസക് ന്യൂട്ടൺ പറഞ്ഞ എവരി ആക്ഷൻ കോസ് നോട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആത്മീയ ധാർമ്മിക തലത്തിലും ഒരുപോലെ ശരിയാണ്. ഭൗതിക തലത്തിൽ ഇങ്ങോട്ടൊരു പന്ത് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് ഇടുന്നതിൻ്റെ ശക്തിയിൽ തന്നെ മുകളിലോട്ട് പോകും. ആക്ഷൻ ഹാസ് ഗോട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണെങ്കിൽ ധാർമ്മിക തലത്തിൽ ഇത് തന്നെയാണ്. നമ്മൾ ധാർമ്മിക തലത്തിൽ തിന്മ ചെയ്ത് ആ തിന്മയുടെ അതേ ശക്തിയിൽ നമുക്കിട്ട് തിരിച്ചടിയും. അത് മനുഷ്യനൊന്നും മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? ഭൗമികമായിട്ട് പോയാൽ പോലും കൊല തേച്ച് കഴിഞ്ഞാൽ ഇവൻ വിചാരിക്കുന്നു പോലീസ് പിടിക്കുകയായിരുന്നു. പോലീസ് പിടിക്കും. പക്ഷേ പോലീസ് പിടിക്കുന്നതിനെക്കുറിച്ച് അങ്ങ് മാറിയിരിക്കട്ടെ, പോലീസ് പിടിക്കാതിരിക്കട്ടെ, പോലീസ് മിടുക്കന്മാരാണ് പിടിക്കുക തന്നെ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ധാർമ്മികമായ നിയമം കിടക്കുന്നു. അതായത് നീ കൊല ചെയ്താൽ, നിൻ്റെ സഹോദരൻ്റെ ജീവനെടുത്താൽ തിരിച്ചടിക്കും. അതേ ശക്തി തന്നെ ആ തിന്മയുടെ ശക്തി നിന്നെ കൊല്ലിക്കും. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, രക്തം വാർന്നുപോയി അയാൾ മരിച്ചു. അപ്പോൾ ഏലിയായും മിഖായും പ്രവചിച്ച കാര്യം തന്നെയാണ്. ഏലിയ പ്രവചനം നേരത്തെ പറഞ്ഞിരുന്നതല്ലേ, അതായത് നാബൂത്തിൻ്റെ ആ മുന്തിരിത്തോപ്പം സ്വന്തമാക്കാൻ അവന് വധിച്ചില്ലേ, നിസ്സഹായനായ രാജാവിൻ്റെ തന്നെ ഒരു പ്രജ, നിസ്സഹായൻ, അവനെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് അവനെ കൊന്നുകളഞ്ഞില്ലേ. അപ്പോൾ കർത്താവ് വെറുതെ വിടില്ല. അവനാണ് വലിയ സൈനിക ശക്തിയൊന്നുമില്ലല്ലോ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്, യഥാർത്ഥ വചനത്തെ വ്യാജപ്രവാചകന്മാരുടെ മുഖസ്തുതിയിൽ നിന്ന് തിരിച്ചറിയാൻ ഈ അധികാരിക്ക് കഴിയാതെ പോയി. വ്യാജപ്രവാചകന്മാരുടെ മുഖസ്തുതി ഇന്നും ഭരണാധികാരികൾക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും ഭരണാധികാരികൾക്ക് ചുറ്റും വന്ന് കൂടുന്നത് കാര്യം കാണാൻ വേണ്ടി വരുന്ന, ചില ഭാഷയിൽ പണ്ടൊരു മുഖ്യമന്ത്രി അവതാരങ്ങൾ എന്ന് പറയാൻ, പുതിയ പുതിയ അവതാരങ്ങൾ വന്നിരിക്കുന്നതിന് അവരുടെ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെന്ത് പറയും, അവർ മുഖ്യമന്ത്രി ആയാലും ഏതൊരു മന്ത്രി ആയാലും ശരി, അവർ പൂഴ്ത്തി പറയും, അവർ സ്തുതി പാടുമ്പോൾ അത് വളരെ സന്തോഷമായി എടുത്തുകൊണ്ട് പിന്നെ അയാൾ പറയുന്നതനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ആ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു പോകും. കാരണം അവർ കൊണ്ട് വെച്ചിരിക്കുന്ന കെണിക്കകത്ത് ചെന്ന് ചാടുന്ന ഇതെല്ലാ കാലത്തുള്ള സംഗതി തന്നെയാണ്. അത് അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് എടുക്കുന്നത് നല്ലതല്ല അധികാരികൾക്ക്. കാരണം അവരാണ് സ്നേഹമുള്ള ആൾക്കാരും. അപ്രിയ സത്യങ്ങൾ ധൈര്യമായിട്ട് പറയുന്നവരാണ് വാസ്തവത്തിൽ നന്മ ആഗ്രഹിക്കുന്നവർ. പലപ്പോഴും നേരെ തിരിച്ചാൽ സംഭവിക്കുന്നത്, അപ്രിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ സംശയത്തിനുള്ളിലാക്കി അവനെ താഴ്ത്തി കിട്ടി, അവനെ ഒതുക്കി, അവനെ മെരുക്കി. ഇപ്പം കണ്ടില്ലേ, ഒരു ഭരണാധികാരി കാലഘട്ടങ്ങളിലെ വാസ്തവത്തിൽ അവർ ചില കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ അവർക്ക് ഒതുക്കി. ഇപ്പോൾ പോലീസിൻ്റെ തലപ്പത്തൊക്കെ അഴിച്ചുപണി നടക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിനകത്ത് ചില ആൾക്കാരെയൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പുതിയ ഭരണാധികാരി വന്നപ്പോൾ നേരെ തിരിച്ചെടുത്തു. ഒക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ അപ്രിയ സത്യങ്ങൾ ഒരുപക്ഷെ അവർ വിമർശിച്ച് കാണും. വിമർശിച്ചത് നല്ല ഉദ്ദേശത്തോടുകൂടി ആയിരിക്കും, ഭരണം നന്നായിട്ട് നടക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അത് റിപ്പോർട്ട് ചെയ്ത് മാത്രം വളരെ നെഗറ്റീവായിട്ടായിരിക്കും. അപ്പോൾ ഭരണാധികാരി ജയിലിലെത്തിക്കഴിഞ്ഞാൽ അവനെ തട്ടിയേക്കാൻ പറഞ്ഞ് കാണും. അപ്പോൾ അതനുസരിച്ച് അവനെ ഉന്നത സ്ഥാനത്തെടുത്തങ്ങ് മാറ്റി, ഒന്നുമില്ലാണ്ട് അവനാക്കി. ഇപ്പോൾ ആളുകൾ അതിനെല്ലാം തിരിച്ചടി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇപ്പം നമുക്ക് കണ്ടില്ലേ, പത്രത്തിൽ നമുക്ക് കേൾക്കുന്നതല്ലേ, ഭരണ സിവിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ തലപ്പത്തിലെ ആളുകളെയൊക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഒരു നീതിയുടെ പ്രവർത്തനങ്ങൾ കൂടി അതിനകത്ത് കാണേണ്ടതുണ്ട്. അപ്പോൾ അപ്രിയ സത്യങ്ങൾ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നീതി എന്ന് പറയുന്നത് നീതിമാൻ്റെ ശാസനയേക്കാൾ ദുഷ്ടന്മാരുടെ തൈലം അപലക്ഷണമാണ് എന്ന് സങ്കീർത്തനം പറയുന്നില്ലേ. 141 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറഞ്ഞു, എനിക്ക് നീതിമാൻ്റെ ശാസനയേക്കാൾ ദുഷ്ടന്മാരുടെ തൈലം അവർക്ക് അഭിലഷണീയമായി തോന്നി എന്ന് പറയും. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ തോന്നിക്കളയാം. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ പ്രശംസകൾ മാത്രം ആഗ്രഹിക്കുകയും അതിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്ന ഭരണാധികാരി പരാജയപ്പെട്ടു പോകും. അപ്പോൾ ഇഷ്ടപ്പെടാത്തത് പറയുന്നവരൊക്കെ ശത്രുക്കളാണെന്ന് ധരിക്കുന്നത് തെറ്റാണ്. ഇഷ്ടപ്പെടാതെ പറയുന്ന അവർ കാര്യമായ രീതി അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് നന്മ ചെയ്യാൻ വേണ്ടി നന്മയുടെ കാര്യത്തിൽ പറഞ്ഞതായിരിക്കും. ചില പോളിസി ആയിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ ചില തീരുമാനങ്ങളായിരിക്കും ചിലപ്പം. ഇത് തെറ്റാണ് എന്ന് പറയാൻ ധൈര്യമുള്ളവൻ ആ പറയുന്ന പറച്ചിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, പക്ഷേ അത് സത്യമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയേണ്ടതാണ്. അപ്പോൾ അവരാരും ശത്രുക്കളല്ല. താൻ മനസ്സിലാക്കേണ്ട കാര്യം,
അപ്രിയ സത്യങ്ങൾ പറയുന്നവരെല്ലാം ശത്രുക്കളാണെന്ന് ഒരിക്കലും ധരിക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് താൽക്കാലിക ലാഭം ആഗ്രഹിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എതിർപ്പും പീഡനവും ഒക്കെ ഭയപ്പെട്ടിട്ട് അവരൊന്നും ആരെങ്കിലും പേടിച്ച് പറയുന്നതുമല്ല. അങ്ങനെ ഉണ്ടാകാം. അതായത് ഞാൻ ഇതുപോലെ ചേർന്ന് നിന്നില്ല എങ്കിൽ നമുക്ക് അടുത്ത നിലയിൽ ട്രാൻസ്ഫർ എടുത്ത് ദൂരേക്ക് കളയും എന്നൊക്കെ വിചാരിച്ച് പറയുന്നതൊന്നും ആയിരിക്കില്ല. ചില മനുഷ്യർ അങ്ങനെയുണ്ട്. അവരുള്ള സത്യം അങ്ങ് പറയും. അവരുടെ സ്ഥാനമോ മാനമോ ഒന്നും നോക്കില്ല. അവർക്ക് തട്ട് കിട്ടുകയും ചെയ്യും. കിട്ടുകയാലും അവർക്ക് പരാതിയൊന്നുമില്ല. ആ ജീവിതം തന്നെ തുടരും. അങ്ങനെയുള്ളവരെക്കൊണ്ട് രാജ്യത്തിന് നന്മയുണ്ടാവുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥ പ്രവാചകനായിട്ട് കഴിയണമെങ്കിൽ എതിർപ്പിൻ്റെ പീഡനങ്ങളെയൊക്കെ ഭയപ്പെടാതിരിക്കുന്നവനായിരിക്കണം. നട്ടല് പണയം വെച്ചിട്ട് പ്രവാചന വേഷം കെട്ടിയാൽ അത് ഒരിക്കലും നന്മയുണ്ടാകില്ല, അത് തിന്മയുണ്ടാകുള്ളൂ. പിന്നെ നാം കാണുന്ന യഹോഷാഫാത്തിനെ കുറിച്ച് പിന്നെ നാം പറയുന്നത് 25 വർഷം യൂദാ ഭരിച്ചു ആ മനുഷ്യൻ. യഹോഷാഫാത്ത് ഞാൻ പറഞ്ഞാൽ യൂദായുടെ നല്ല രാജാവാണ്. ഭരിച്ചു. ഇദ്ദേഹത്തിന് പിതാവാണ് ആസ എന്ന് പറയും. അദ്ദേഹമാണ് ഭരിച്ചത്. രോഗിയായിട്ട് മരിച്ചു. അപ്പോൾ രോഗിയായിരിക്കുമ്പോൾ തന്നെ അത് സഹായിക്കാനായിട്ട് ഈ മകൻ യഹോഷാഫാത്ത് മുമ്പോട്ട് തയ്യാറായി. ഒരു കുറ്റമില്ലാത്ത ഒരാൾ. സാധാരണ ഇത് വിശുദ്ധന്മാർ ദൈവസന്നിധി തിന്മ പ്രവർത്തിച്ചു എന്ന് പറയാത്ത ഒരു രാജാവാണിത്. അപ്പോൾ എന്നായാലും നേരത്തെ ഉണ്ടാകുന്ന തിന്മകൾ പലതും നിർത്തിക്കളയും. പുരുഷ വേശ്യ സമ്പ്രദായം ഇതൊക്കെ നിന്നിരുന്ന അത് കംപ്ലീറ്റ് ആയിട്ട് അത് നിർത്തിക്കളയും. ഭയങ്കരമായിട്ട് നിയമം വഴിയായിട്ട് നിർത്തി. അതുകൊണ്ട് ഇപ്പം കണ്ടില്ലേ, ചില മന്ത്രിമാരൊക്കെ, ചില മുഖ്യമന്ത്രിയൊക്കെ 500-700 അടിക്ക് ഉള്ളിൽ ഉള്ള എല്ലാ ഷാപ്പുകളും ദേവാലയത്തുള്ള സ്കൂളുകളിലൊക്കെ ഒന്ന് അടിച്ചു മാറ്റിയേക്കാൻ പറയും, പൊളിച്ച് മാറ്റിയേക്കാൻ പറയും. കണ്ട് ഇമ്മീഡിയറ്റാണ് നടപ്പാക്കുകയും. അദ്ദേഹത്തിന് ശത്രുതയുണ്ടാകുന്ന ഒരു സംശയമില്ല. കാരണം അത് അത്ര വലിയ മാഫിയയാണ്. കംപ്ലീറ്റ് പൊളിച്ച് മാറ്റി. അതുപോലെ നിയമം നടപ്പാക്കിയത് കണ്ടില്ലേ. അതുപോലെ പല കാര്യങ്ങളും ആ നേരവാങ്ങ് എടുക്കുന്ന ആൾക്കാർ അവർക്ക് പ്രവാചക സ്വരമുള്ള, പ്രവാചക സ്വഭാവം, പ്രവാചക ശൈലിയുമുള്ള ആൾക്കാരാണ് നാം ധരിക്കാനായി. അപ്പോൾ അവർക്ക് ശത്രുക്കൾ ഉണ്ടാകും. അവരെ താഴെ ഇടാനായിട്ട് നോക്കും. അതുകൊണ്ട് മറ്റുള്ളവർ ഒന്നിച്ചുകൂടി അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി താഴെ ഇറക്കും. അതൊക്കെ ശ്രമിക്കും. പക്ഷേ ശ്രമിക്കുമെങ്കിലും കിട്ടിയ അവസരം നന്മ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ രാജ്യം നിലനിൽക്കുകയില്ല. അതുപോലെ തന്നെ കപ്പൽ വ്യാപാരം അദ്ദേഹം വീണ്ടെടുക്കാൻ തുടങ്ങി. തകർന്നു പോയതായിരുന്നു. എങ്കിലും അത് പരിപൂർണമായിട്ട് വിജയിച്ചില്ല. കപ്പലുണ്ടാക്കി വിൽക്കുന്ന ജോലി ഉണ്ടായിരുന്നു ഇസ്രായേലിന്. അതുകൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. പിന്നെ നവീകരണങ്ങൾ ധാരാളം തുടങ്ങി. മതമേഖലയിലും നവീകരണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അത് എന്ത് ചെയ്തെന്നറിയാം? അത് വളരെ ഭംഗിയായ രീതിയിൽ ദേശത്ത് നിയമം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ഏർപ്പെടുത്തി. നിയമം എന്താ അവരെ സംബന്ധിച്ച് തോറായാണ് നിയമം. ആ ജനത്തെ നിയമം പഠിപ്പിക്കാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നില്ല എങ്കിൽ വഴിതെറ്റിപ്പോകും. അതുകൊണ്ടാണല്ലോ നിരന്തരം വചനപ്രകടനം നടത്തിക്കൊണ്ടിരില്ലെങ്കിൽ ജനം വഴിതെറ്റിപ്പോകും. നമ്മുടെ ചുമതലയാണത്. ജനം മുഴുവൻ വഴിതെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ കർത്താവിന്റെ സുവിശേഷം നിരന്തരം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ അത് ഉപദേഷ്ടാക്കളെ നിയമിച്ചു. പല ഗ്രൂപ്പുകളാക്കി. 5 അൽമായർ, 9 ലേവ്യർ, 2 പുരോഹിതന്മാർ അടങ്ങുന്ന സംഘത്തെ നിയമിച്ചു. ഇന്നത്തെ മതബോധന സംവിധാനം പോലെ തന്നെ സംവിധാനമൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പം നമ്മളിന്നും കാണുന്ന ഈ സംവിധാനങ്ങൾ അന്നുണ്ടോ ആൾക്കാർക്ക് അതുപോലെ തന്നെ പ്രവർത്തിച്ചിരുന്നു മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നിയമാവർത്തന പുസ്തകം അത് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിക്കണമെന്ന് 6-ാം അധ്യായത്തിൽ ഷെമാ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രാർത്ഥന വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേൽ യഹൂദന്മാരെപ്പോഴും തലയിട്ടടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 6 തൊട്ട് 9 വാക്യങ്ങളാണ്. ദൈവമായ കർത്താവ്, ഒരേ ഒരു കർത്താവാകുന്നു, പൂർണ്ണമായ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ അവിടുത്തെ സ്നേഹിക്കണം. ഒപ്പം തന്നെ നീ വചനം നിൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കണം. നീ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒക്കെ ഈ വചനം നിൻ്റെ കൂടെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയാം. അത് നിൻ്റെ മക്കളെ പഠിപ്പിക്കുകയും വേണം. അതുകൊണ്ട് ഇതാണ് അതും നിരന്തരമായിട്ട് നടന്നുകൊണ്ട് മക്കളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇപ്പോൾ നിയമാവർത്തനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ തന്നെയല്ല, അത് നല്ല കോട്ടകൾ കെട്ടി സംരക്ഷണ സംഗതിയായ മനോഹരമായിട്ടുള്ള സുരക്ഷിതത്തിന് സംവിധാനം ഉണ്ടാക്കി സൈന്യ നിരയെ പോലെ ശക്തിപ്പെടുത്തി. ഇതൊക്കെ ഈ രാജാവ് ചെയ്തു. അപ്പോൾ ആഹാബ് രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് സിറിയയ്ക്കെതിരെ യഹോഷാഫാത്ത് യുദ്ധത്തിന് പോയത് പ്രവാചകൻ വിമർശിച്ചു. കാരണം ആ രാജാവ് ക്ഷണിച്ചതുകൊണ്ടാണ് പോയത്. പക്ഷേ ആ ബന്ധമൊക്കെ നിലനിന്നതുകൊണ്ടാണ് പോയത്. പക്ഷേ അത് പ്രവാചകനെ അന്വേഷിച്ചു. ആ പ്രവാചകനൊന്നും അദ്ദേഹം തടവിലാക്കുകയോ പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. അതാണ് യഹോഷാഫാത്തിൻ്റെ പ്രത്യേകത. പ്രവാചകൻ വിമർശിച്ചു, തെറ്റാന്ന് പറയും, പാടില്ല എന്ന് പറയും അങ്ങനെ പോകാനായിട്ട്. പക്ഷേ അദ്ദേഹത്തിന് ഉപദ്രവിച്ചൊന്നുമില്ല, ശിക്ഷിച്ചുമില്ല, ശകാരിച്ചുമില്ല. അപ്പോൾ യഹോവയാണ് എല്ലാ കാര്യങ്ങളും വിധിക്കുന്നത്. യഹോവയാണ് വിധിക്കുന്നത്, നമ്മളല്ല. അതുകൊണ്ട് നീതിപാലനത്തിൻ്റെ സംവിധാനം അദ്ദേഹം ഭംഗിയായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ജെറുസലേമിൽ തന്നെ ഒരു നല്ല ഭരണ സംവിധാനം ഏർപ്പെടുത്തി, കോടതികൾ ഏർപ്പെടുത്തി, ന്യായാധിപന്മാരെ ഏർപ്പെടുത്തി. അതുതന്നെ വളരെ ഭംഗിയായ രീതിയിൽ മോവാബ്യരോടും അമ്മോന്യരോടും ചേർന്ന് ഏദോമ്യർ യുദ്ധത്തിന് വന്നപ്പം ഉപവാസവും പ്രാർത്ഥനയും വഴി അവർ കർത്താവിന് സഹായം തേടി. ആണ് ഈ 3 വിഭാഗങ്ങളൊക്കെ നമുക്കറിയാവുന്നവരെ. അതായത് മോവാബ്യരും അമ്മോന്യരും അവർ ഏദോമ്യരോട് ചേർന്നു. ഈ വിഭാഗങ്ങളൊക്കെ നമുക്കറിയാവുന്ന ആരാ മോവാബ്യരും അമ്മോന്യരും എന്നൊക്കെ പറയുന്നത്
അവരുടെ വംശ ആരംഭം തന്നെ തെറ്റാണ്, ലോകത്തിൽ നിന്നുണ്ടായതാണ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവരെ യുദ്ധത്തിന് വന്നപ്പം അവരെന്ത് ചെയ്തു? ഉപവാസവും പ്രാർത്ഥനയും ആശ്രയിച്ചു. അപ്പോൾ ഒരു വിജയത്തിനായിട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ആശ്രയിച്ചത് പ്രാർത്ഥനയിലാണ്. അപ്പം നമുക്കിന്ന് നല്ല ഒന്നാം തരം പാഠമില്ല തന്നെ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ അല്ലെങ്കിൽ സമൂഹത്തിന് പ്രത്യേകമായ വലിയ ആപൽക്കടമായ സാഹചര്യം വരുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും വഴി ശക്തി ആർജിക്കുക എന്നാണ്. അപ്പോൾ യഹസ്യ പ്രവാചകൻ വഴി കർത്താവ് പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം പറയും. ഇപ്പോൾ കർത്താവ് ഉത്തരം നൽകി ഒരു പ്രാർത്ഥന എന്നാ പറഞ്ഞു, വളരെ കൃത്യമായ ഉത്തരം പറയും. ദൈവം തന്നെ വളരെ, നീയൊന്നും പേടിക്കുന്ന യുദ്ധം ഞാനാണ് ചെയ്യുന്നത് നിനക്ക് വേണ്ടി എന്നാണ് പറയും. അപ്പോൾ അതിന് മറുപടി. അപ്പോൾ യുദ്ധം മുഴുവൻ ഒരു ലിറ്റററിയുടെ വേഷത്തിലാണ് രൂപീകരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുമെന്നും ഇതായിരുന്നു അതിൻ്റെ മറുപടി. കർത്താവ് തന്നെ യുദ്ധം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു? അതിൽ സ്തുതിപ്പിൻ്റെ ഭാഷ എഴുതി വെച്ചിരിക്കുന്നത്. ശത്രുക്കൾ പരസ്പരം സംഭവിച്ചന ആ ശത്രുക്കൾ ആ പഴയ ആളറിയാതെ പരസ്പരം വെട്ടി മരിക്കാനായിട്ടിടയായി. അപ്പോൾ അതൊക്കെ നാം കാണുന്ന ഇതാണ്. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ശത്രു സംഹാരം എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം വെട്ടി ആ സ്ഥലത്തിന് അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ബറാക്ക എന്ന പേരിട്ടു. ബറാക്ക എന്ന് പറഞ്ഞാൽ വാഴ്ത്തൽ, സ്തുതിപ്പ്, അനുഗ്രഹം എന്നൊക്കെ എൻ്റെ ആ വാക്കിനർത്ഥം. ബറാക്ക എന്ന പേരിടാൻ ഇടയായി. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഈ അധ്യായത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. തന്നെ എല്ലാവരുടെ ആ യുദ്ധത്തിൻ്റെ പോക്കൊക്കെ ഒരു പ്രദർശനത്തിൻ്റെ രീതിയിലാണ്, ഒരു ലിറ്റററിയുടെ ഫോമിൽ അവിടെ കാണുന്നു, പ്രദർശനത്തിൻ്റെ രീതിയിലാണ്. അപ്പോൾ അതൊരു ഇസ്രായേൽ ഇവിടെ ഒരു പ്രതീകമായിട്ടും യുദ്ധവിവരണം തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കർത്താവ് തന്നെ രക്ഷിക്കും, നമ്മുടെ വലിയ അപകടങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിക്കും. ഇത് നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാകും. മാത്രമല്ല പ്രഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരുവനിലും രക്ഷയില്ല. നമ്മൾക്കറിയാമല്ലോ, മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യൻ്റെ ഇടയിൽ ഈശോ എന്ന നാമമല്ലാതെ മറ്റൊരു നാമം വയ്ക്കപ്പെട്ടില്ല എന്നുള്ള വളരെ പരസ്യമായ, വ്യക്തമായ, അത് കൃത്യമായ പ്രബോധനമല്ലേ അത്. നടപടി പുസ്തകത്തിൻ്റെ 4:12 വാക്യം. മറ്റൊരുവനിലും രക്ഷയില്ല. ഇത്ര കസൻഡിക്കാണ് പറഞ്ഞിരിക്കുന്നത്. നീ വേറെ ഒരു വഴിക്കും തിരിയേണ്ടതാണ്. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ മനുഷ്യൻ്റെ ഇടയിൽ ഈശോ എന്ന നാമമല്ലാതെ മറ്റൊരു നാമം വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന് അന്ന് സ്ത്രീകന്മാർ അസന്നിഗ്ധമായിട്ട് പറയുന്നത് എപ്പോഴാണ്? അവർ നേരെ ഈ വാളിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഭയങ്കരമായ ശത്രുക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ടായി പറയുന്നത് ഒറ്റൊരുവൻ രക്ഷയില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് നമ്മൾ പാലിക്കേണ്ട സംഗതിയാണ്. വചനപ്രഘോഷകർ എല്ലാ കാലത്തും ആവശ്യമാണ്. അവരുടെ എണ്ണം കുറയുന്നത് അപകടകരമാണ്. അവരുണ്ടെങ്കിൽ മാത്രമേ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ നിയമങ്ങളും ഈ സത്യങ്ങളുമൊക്കെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വചനം അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്വാധീനം ചെലുത്തേണ്ടതാണ്. എല്ലാ രംഗത്തും വചനത്തിൻ്റെ സ്ഥാനം എന്തുമാത്രം ഉണ്ട് എന്ന് നാം തന്നെ പരിശോധിക്കണം. ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ സ്ഥാനം. നമ്മുടെ ജീവിതം മാത്രമല്ല, സഭയുടെ പൊതുജീവിതത്തിൽ എന്തെങ്കിലുമുണ്ട് സ്ഥാനം. വചന പ്രഘോഷണത്തിൻ്റെ സ്ഥാനം. നമ്മൾ ഉപവാസം, ഒരുപാട് തിരുനാളും ആഘോഷവും ആഡംബരങ്ങളെല്ലാം ഒരുപാടുള്ള ഒരു സമൂഹം. നമ്മൾ തെറ്റൊന്നുമില്ല, അത് നല്ലത് തന്നെയാണ്. തിരുനാൾ നടത്താൻ കർത്താവ് തന്നെയാണ് പറയും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങേയറ്റ് മാത്രം ശ്രദ്ധ ചെലുത്തിയിട്ട് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കേണ്ടതിനകത്തും മങ്ങലേറ്റ് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രാധാന്യം പോയി കഴിഞ്ഞാൽ, ഈ ഭയങ്കരമായ തിരുനാൾ നടത്തി വലിയ ഗാനമേളയൊക്കെ നടത്തി ഒക്കെ നടത്തിയിപ്പോട്ടെ, ഒപ്പം തന്നെ വന്നു പോകുന്ന ജനത്തിന് വചനം കൊടുത്തു വിടാൻ പറ്റാണ്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പരാജയമായിരിക്കും. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയുമാണ് കർത്താവിന് സഹായം തേടാനുള്ള ഒരു വഴി. അപ്പോൾ അതുകൊണ്ട് സ്തുതിപ്പിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളത് നാം ഇതിൽ കാണുകയാണ്. കർത്താവിനെ സ്തുതിച്ച് അത്ഭുതങ്ങൾ. ഇതല്ലേ എഫേസ്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, എഫേസ്യർ 5:19 വാക്യങ്ങൾ. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുകയും എപ്പോഴും പ്രാർത്ഥനാനിരതരായി എപ്പോഴും സന്തോഷിക്കുകയും കർത്താവിൻ്റെ ആശ്രയം. അപ്പോസ്തലൻ വളരെ കളറായിട്ട് ഇതെല്ലാം പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഭാഗം നമ്മളെ സമാപിപ്പിക്കുകയാണ്. വളരെ മനോഹരമാണ് ഈ പറയുന്ന ചിന്തകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അവസാനിക്കുന്നു. അതുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും പിന്നീട് ഏലിയായ ശിഷ്യൻ്റെയൊക്കെ കാര്യത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമുക്ക് നിൽക്കേണ്ട നമ്മുടെ ചിന്ത, നമ്മുടെ മനസാക്ഷിയിൽ എപ്പോഴും ചിന്തിക്കേണ്ടത് ദൈവവചനമാണിത്. ഈ ദൈവവചനത്തെ ആ ഉള്ളിൽ നിന്ന് തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടതാണ്. അതിനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയുടെ കൃപയും പിതാവാലയത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.